മിഥുൻ, ഈ കോൺഗ്രസിലെ യുവനിരയെ, അതായത് കോൺഗ്രസിന്റെ ശക്തമായ ഒരു യുവനിരയാണുള്ളത്. ആ യുവാക്കളെ, അതായത് എതിരാളികളെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഈ CPM-ന്റെ മെയിൻ അജണ്ട തന്നെ ഇതിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി പല പല തന്ത്രങ്ങളും പല പല ആരോപണങ്ങളും പല രീതിയിലും CPM പലതും പണിഞ്ഞിട്ടും യുവനിര ഇപ്പോഴും ശക്തമായി നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയി എങ്കിലും അതൊരു സസ്പെൻഷൻ മാത്രമാണ് എന്ന ആ ഒരു നേതാവിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിയമപരമായി അദ്ദേഹം യാതൊരു നടപടിയും നേരിടാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, VT ബൽറാം തുടങ്ങി എല്ലാവർക്കും നേരെ, ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോണിനെതിരെ പോലും, ഇതെല്ലാം ഈ യുവനിരയെ തകർക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പൂർവാധികം ശക്തിയോടെ തന്നെ കോൺഗ്രസിന്റെ യുവനിര ഇപ്പോൾ സജീവമാണ്, അല്ലേ? അപ്പൊ ഇനി ഇതിൽ തന്നെ നിയമപരമായുള്ള ഈ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ആൾക്കാർ പോയി കൊടുക്കുന്ന പരാതി ഇവരെങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇടതുപക്ഷത്തിന്റെ പരാതികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതെല്ലാം ഇവിടെ നമ്മുടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ ഈ ഒരു കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ നിരവധി പാർട്ടികളുണ്ടല്ലോ. പ്രമുഖമായിട്ടുള്ള കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. അത്തരമുള്ള പാർട്ടികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രണ്ടാം നിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു യുവനിരയുടെ ഒരു ബാഹുല്യമുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? ബാഹുല്യത്തിലുപരി ക്വാളിറ്റി ഉണ്ട്. സഖാവിനെ നോക്കി നിനക്ക് ഞാൻ തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കും എന്ന് പറയുന്ന യുവ നേതാക്കളാണ് ആ വശത്തുള്ളത്. പക്ഷെ ഇവിടെ ഉള്ളവർ എന്താണ് എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ CPM-നെ സംബന്ധിച്ച് അവർക്ക് യുവനിരയുണ്ട്, പറയുന്നില്ല. അവർക്ക് DYFI നയിക്കാൻ യുവനിരയുണ്ട്, SFI നയിക്കാൻ നല്ലൊരു യുവനിര ഉണ്ട്, അങ്ങനെ പല അവരുണ്ട്, യുവാക്കളുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ യുവനിരയുമായിട്ട് അവരെ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ ബഹുദൂരം മുന്നിലാണ്. അവരെല്ലാ രീതി കൊണ്ടും, അവരുടെ പ്രവർത്തന ശൈലി കൊണ്ടാണെങ്കിലും അവരുടെ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും അവരുടെ പെരുമാറ്റം കൊണ്ടാണെങ്കിലും പ്രകടനം കൊണ്ടാണ്. നമുക്കറിയാലേ, നിയമസഭയിലെ യുവ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രകടനങ്ങളൊക്കെ നമ്മൾക്കറിയാവുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ ശക്തമായ ഒരു എഡ്ജ് കോൺഗ്രസിനുണ്ട്. UDF-നെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ നമുക്ക് മുസ്ലിം ലീഗിനുമുണ്ട് സമാനമായ രീതിയിൽ നല്ലൊരു യുവനിര, ശക്തമായ യുവനിരയുണ്ട്. എതിരാളികളെ വിറപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും UDF, കോൺഗ്രസ് ഒക്കെ തന്നെ മറ്റു പാർട്ടികൾക്ക് ശക്തമായ വെല്ലുവിളിയാണ്. അവിടെ ഈ പറയുന്ന CPM-നെ സംബന്ധിച്ച് അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനുണ്ട്. BJP-യെ സംബന്ധിച്ച് ഒന്നുമില്ല. അവർക്ക് ഈ പറയുന്ന 50 കഴിഞ്ഞ 60 കഴിഞ്ഞ ആ നേതാക്കൾ മാത്രമാണ് ഇപ്പോഴും അവരുടെ നേതൃനിരയിൽ, കിഴവന്മാർ മാത്രമാണുള്ളത്. അവർക്ക് യുവ നിര എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ആ യുവനിരയെ തകർക്കണം. നമുക്കറിയാമല്ലോ, VD സതീശൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങള് ശക്തമായ രണ്ടാം നിരയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേതാക്കന്മാർക്ക് പുതിയ ആൾക്കാർ വളർന്നു വരുന്നതിൽ ഒരു ആശങ്ക ഉണ്ടാകും, അല്ലെ? സിൻഡ്രോം ഉണ്ടാകും. പക്ഷെ ഇത്തവണ ഇപ്പോഴും അങ്ങനെയല്ല. ഈ പറയുന്ന സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും എല്ലാവർക്കും, രമേശ് ചെന്നിത്തല, എല്ലാവരും തന്നെ യുവനിര വളർന്നു വരുന്നതിൽ കാരണം അവർക്കറിയാം യുവാക്കളിലാണ് ഭാവി. ഇപ്പൊ തന്നെ പല യുവാക്കളും, രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു വന്നു, അല്ലയോ? ചാണ്ടിയുമ്മൻ വിജയിച്ചു വന്നു, അങ്ങനെ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു വരുന്നു. അങ്ങനെ പല ആൾക്കാരുണ്ട്, യുവാക്കളൊക്കെ തന്നെ. ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് വൈബ്രന്റ് ആയിട്ടുള്ള നേതാക്കന്മാരെ ഇറക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ തച്ചു തകർക്കുക എന്നതാണ് ഈ പറയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട അജണ്ട. എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ തലച്ചോറ് ഇപ്പോഴും സന്ദേശ സിനിമയിലെ ശങ്കരാടിയുടെ തലച്ചോറാണ് അവിടെ ഉള്ളത്. ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയിരുന്നവർക്ക് ഒരു എന്താ പറയുക, അടിക്കാൻ ഒരു പടി കിട്ടിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അദ്ദേഹത്തെ പരമാവധി അടിക്കാൻ നോക്കി, അടിക്കുകയും ചെയ്തു അവര്. അതിൽ കോൺഗ്രസ് ഒന്നുലഞ്ഞില്ല എന്ന് പറയുന്നില്ല, ഒന്ന് നന്നായി, പക്ഷേ ശക്തമായ നടപടി എടുത്തുകൊണ്ട് കോൺഗ്രസ് ആ വിഷയത്തില് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് അവിടെ തീവ്രത അളക്കാനോ പ്രത്യേകം നമ്മുടെ പാർട്ടിക്കുള്ളിൽ തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ അങ്ങനത്തെ ഒരു ഇതുമല്ല. അവർ ശക്തമായ നിലപാടെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക, മുൻതൂക്കം പൊതുസമൂഹത്തിന് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ആ രാഹുൽ മാങ്കൂട്ടം ഒന്ന് ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സൂപ്പർ ഹീറോ പവറിലൊക്കെ നിൽക്കുന്ന ഷാഫിയെ ഉന്നം വെക്കുക, അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഒരു കാര്യമില്ലാതെ തടയുക, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി
അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. എന്തെങ്കിലും അടിസ്ഥാനത്തിലല്ല, യാതൊരു തെളിവിന്റെ അടിസ്ഥാനമില്ല, പറഞ്ഞതിലുള്ള- അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. 2 തവണ പറഞ്ഞതും പരസ്പര വിരുദ്ധമായിട്ട്. ആദ്യം പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ, പറഞ്ഞുകൊണ്ടാണ് വ്യക്തമായി അയാൾ പേര് പറയുന്നു. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഷാഫി സ്വയം മാധ്യമ പ്രവർത്തകരാണ് ഷാഫിയുടെ പേര് പറഞ്ഞത് എന്ന് അയാൾ അങ്ങ് ആരോപിക്കുന്നു. പരസ്പര വിരുദ്ധമായി പെരുമാറാൻ ഈ CPM-കാർക്ക് അല്ലാതെ വേറെ ആർക്കും കഴിയും. അതാണ് അവര് ഈ പറയുന്ന പോലെ ഇരട്ട മുഖമാണ് അവർക്ക് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മളിപ്പോ പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ പറവൂരിലെ CPM-ന്റെ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം, ആ വിഷയത്തിൽ അവര് പുറത്തു വന്ന് പ്രതികരിക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഉടനെ തന്നെയാണ് ആ വിഷയത്തില് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, പറയുന്ന പ്രതിയായിട്ടുള്ള KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഒരു കേസ് എടുത്തു, അതിനകത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. പിന്നീട് ഏതാണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് 3 മണിക്കൂറിനകത്ത് തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതാണ് ഇന്നലെ കോടതിയിൽ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പോലീസിന്റെ അമിത ശുഷ്കാന്തി, അല്ലെ, അമിത ശുഷ്കാന്തിയാണ്, പോലീസിന് ശുഷ്കാന്തിയൊക്കെ വേണം. അമിത ശുഷ്കാന്തി കാണിച്ചതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരമൊരു പെട്ടെന്നുള്ള ഇടപെടൽ, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വേണ്ടി ഉണ്ടാകുന്നില്ല. ഷാഫി പറമ്പിലിന് വേണ്ടി ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ പോലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇതുവരെ അനങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഒപ്പം തന്നെ ഈ പറയുന്ന ജിൻഡോ ജോണുമായി ബന്ധപ്പെട്ട് ജിൻഡോ ജോണിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ടാണ് സൈബർ ആക്രമണം നടക്കുന്നത്. ഒരു വിഷയവും ഒരു ഇതും ഉണ്ടായില്ല, ഒരു നടപടിയും ഉണ്ടായില്ല, ഇല അനങ്ങുന്ന ശബ്ദം പോലും ഇവിടെ കേൾക്കാനില്ല. അപ്പോൾ ഇതാണ് പറവൂരത്തെ സംഭവത്തിൽ അത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സ്വകാര്യതയാണ്, അവരുടെ ലൈംഗികതയെ മാനിക്കണം, 100 ആദർശങ്ങളാ പറയുന്നത്. പക്ഷെ ഇപ്പറ സൈഡിൽ ആർക്കും ഒരു സ്വകാര്യതയില്ല, അവർക്ക് മാന്യതയില്ല, സ്ത്രീകൾക്ക് മാന്യതയില്ല. പക്ഷെ ഇടതുപക്ഷത്തുള്ളവർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം വളരെ മാന്യതയുണ്ട്. അവരുടെ സ്വകാര്യതകൾ മറ്റുള്ളവരെല്ലാം സംരക്ഷിച്ചു കൊടുക്കണം, വേറെ ആർക്കും ഇതില്ല. അതാണ് ഈ പിണറായി പോലീസിന്റെ കാലത്തെ ഒരു ഇരട്ട നീതി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. CPM-ന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ അതെങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുക, മറുവശത്ത് കോൺഗ്രസ്സുകാരോ UDF-ന്റെ നേതാക്കളോ ഒരു കേസ് കൊടുത്താൽ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് ഈ പറയുന്ന പോലെ പോലീസിന്റെ ഒരു ഒത്താശയുണ്ട്. ഈ കേസ് എടുക്കുന്നതിൽ ഉൾപ്പെടെ പോലീസ് വലിയ രീതിയിലൊരു എന്താ പറയുക, ഒരു വിഭാഗീയത തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു ഇതാണ് അവർ പ്രത്യക്ഷമായിട്ട് തന്നെ ഒരു പക്ഷപാത പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. കാസർഗോഡ് ട്രാൻസ്ഫർ കിട്ടാൻ ആരാണ് ആഗ്രഹിക്കൂ? ഇല്ല. അപ്പോ എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കിയല്ലേ ജീവിക്കാനുള്ള, അവർ അതെല്ലാം ചെയ്യാൻ നിർബന്ധിതരാകുന്നതാണ്. പോലീസിന്റെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം മനസ്സിൽ കാണുന്നതാണ് പോലീസ് മാനത്ത് കാണുന്നത്. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിന്റെ യുവ നേതാക്കൾക്കെതിരെ കേസുകൾ മറ്റുമൊക്കെ എടുത്ത് അവരെ തകർക്കുക. അതേസമയം അവര് ഇരകളായിട്ട് വരുന്ന കേസുകളിൽ ഒന്നും മിണ്ടാതിരിക്കുക, അവരെ അധിക്ഷേപിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്ന സുരേഷ് ബാബുവിനെ കയ്യാമം വെച്ച് കാത്തിടേണ്ടതാണ്. അമ്മാതിരി വർത്തമാനമാണ് അയാൾ പറഞ്ഞത്. ഒരു യുവ നേതാവിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത രീതിയിൽ, അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് അധിക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ പോലും പറയാൻ പറ്റത്തില്ല. അയാൾക്കെതിരെ ഒരു നടപടിയുമില്ല, കേസ് കൊടുത്തിട്ട് ഒരു നടപടിയുമില്ല. എന്തായാലും പറയുന്നത് പോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണത്. ഈ കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു യുവനിര അവർ വളർന്നു വരുന്നിടത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ CPM-ന് വലിയൊരു വെല്ലുവിളിയാണ്. അതില്ലാതാക്കുക എന്താണ് അവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്.